വെല്ലുവിളിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പൊ നല്ലൊരു കൈയ്യടി കൊടുക്കാം. കുറച്ചു പേർക്കെങ്കിലും അറിയായിരിക്കും, കുറച്ചല്ല എല്ലാവർക്കും അറിയായിരിക്കും, ഗ്രൂപ്പില് പോസ്റ്റ് കണ്ടിട്ടുണ്ടാവും. എന്റെ പേര് രേണുക. 2023 നവംബറിലാണ് എനിക്ക് ക്യാൻസർ കൺഫേം ചെയ്യുന്നത്. ഓവറി ക്യാൻസർ ആയിരുന്നു. ഡിസംബറിൽ ഫസ്റ്റ് കീമോ സ്റ്റാർട്ട് ചെയ്തു. 6 കീമോ ദെൻ സർജറി. അതായിരുന്നു ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പറയാൻ വന്നത് നമ്മളുടെ പ്രൊഡക്റ്റ് ആ സമയത്തായിരുന്നു ആദ്യത്തെ 3 കീമോ കഷ്ടിച്ച് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആദ്യത്തെ 3 എനിക്ക് കീമോ പറഞ്ഞത് വീക്ക്ലി ആയിരുന്നു. ആദ്യത്തെ ഒരു കോഴ്സ് 3 മെഡിസിൻ കുറച്ചായിട്ട് എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഒരു കീമോ കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് അടുത്ത കീമോ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ആവശ്യത. തൊട്ടടുത്തുള്ള ഒരു നഴ്സ് ആന്റി ഉണ്ട് വീട്ടിൽ തൊട്ടടുത്തുണ്ട്. പുള്ളിക്കകത്ത് എന്നും ഡെയിലി രാവിലെ വന്ന് എനിക്കൊരു ഇഞ്ചക്ഷൻ വെക്കും കൗണ്ട് കൂടാനായിട്ട്. ഭയങ്കര വേദനയാണ് കേട്ടോ. കൗണ്ട് കൂടാനായിട്ട് കാര്യമില്ല. ഇത് കണ്ടിന്യൂസ്ലി 3 സൈക്കിളും എനിക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോ സർജറി ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും കീമോ എന്ന് പറഞ്ഞപ്പോ എനിക്ക് ആ ഒരു വേദനയും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഓർമ്മ വന്നു. ആ സമയത്താണ് നമ്മളുടെ RTC ലീഡർ സുരേഷ് സാറും നമ്മുടെ ITC ലീഡർ വിജയ മാഷൊക്കെ എന്നെ കാണാനായിട്ട് വന്നത്. നേരത്തെ ഇതിൽ വർക്ക് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിലും തുടക്കമായിരുന്നു. എനിക്ക് പ്രൊഡക്റ്റിനെ കുറിച്ചൊന്നും അധികം അറിയണ്ടായിരുന്നില്ല. നമ്മളുടെ ഡെയിലി വീട്ടിൽ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ മാത്രമേ വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് സാർ വന്നിട്ട് എനിക്ക് ഈ പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, നമ്മളുടെ പ്രൊഡക്റ്റ് 95 പിന്നെ സ്പൈറലിന, ഈ 2 പ്രൊഡക്റ്റും സാർ എനിക്ക് സജസ്റ്റ് ചെയ്തു. ആദ്യം ഞാൻ സ്പൈറലിന കഴിച്ചില്ലായിരുന്നു. 95 മാത്രമേ കഴിച്ചുള്ളൂ. അതിൽ തന്നെ ശരിക്കും ആദ്യത്തെ കീമോ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് ഇത് കഴിച്ചു തുടങ്ങി. വീണ്ടും അടുത്ത കീമോയ്ക്ക് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതമായിരുന്നു. എന്റെ കൗണ്ടില് അതങ്ങോട്ട് സ്റ്റെബിൾ ആയി നിൽക്കുക, കുറയുന്നില്ല. കൗണ്ട് കൂടാനുള്ള ഒരു ഇഞ്ചക്ഷൻ പോലും ഞാൻ എടുത്തില്ല. അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പോഴും ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടെ സ്പൈറലിനെയും ഒരു 2 മാസം കഴിഞ്ഞ് പിന്നെ അതും കൂടെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും സാർ എന്നെ വിളിക്കും, 95 കഴിക്കുന്നുണ്ടോ, തീർന്നെങ്കിൽ പറയണോ, എന്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ സാർ എനിക്ക് എത്തിച്ചുകൊണ്ട് തന്നിട്ടുണ്ട്. ഇപ്പോഴും അതിന്റെ ഒരു ബസ്സിലാണ് ഞാൻ നിൽക്കുന്നത് തന്നെ എന്നാണ് എനിക്ക് പറയാം. ഈ കഴിഞ്ഞ 8-ാം തീയതി എനിക്ക് കീമോ ഉണ്ടായിരുന്നു. ഇനി അടുത്ത കീമോ 29-നാണ്. തീർന്നിട്ടില്ല. മെയിൻ്റെനൻസ് കീമോ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു 3 കൂടി ബാലൻസ് ഉണ്ട്. എന്റെ കൂട്ടിന് 95 സ്പൈറലിന ഉണ്ടാവും എന്നും.